വാർത്തകൾ വിശദമായി നോക്കാം. വെള്ളമുണ്ട മാവോയിസ്റ്റ് ആക്രമണ കേസിൽ മുഖ്യപ്രതി രൂപേഷിന് 10 വർഷം കഠിന തടവും 1,70,000 രൂപ പിഴയും. കൊച്ചിയിലെ NIA കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വീട് കയറി ഭീഷണിപ്പെടുത്തിയെന്നതാണ് കേസ്. UAPA നിയമപ്രകാരം തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അതിനായി ഗൂഢാലോചന നടത്തി CPI മാവോയിസ്റ്റ് സംഘത്തിൽ അംഗമായി എന്നീ കുറ്റങ്ങൾക്കാണ് ഒന്നാം പ്രതി രൂപേഷിന് 10 വർഷം കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. എല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും. നാലാം പ്രതി കന്യാകുമാരിക്ക് വിവിധ വകുപ്പുകളിലായി 90,000 രൂപയാണ് വിധിച്ചിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന ശിക്ഷയായ 6 വർഷം കഠിന തടവും ഇവർ അനുഭവിക്കേണ്ടി വരും. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതിനാണിത്. ഏഴാം പ്രതി അനൂപിന് 60,000 രൂപയാണ് പിഴയടക്കേണ്ടത്. CPI മാവോയിസ്റ്റ് സംഘത്തിൽ പ്രവർത്തിച്ചതിന് 8 വർഷം കഠിന തടവ് അനുഭവിക്കണം. എട്ടാം പ്രതി ബാബുവിന് 6 വർഷമാണ് തടവ് ശിക്ഷ അനുഭവിക്കേണ്ടത്. 40,000 രൂപ പിഴയും അടയ്ക്കണം. 2014 കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതികൾ വെള്ളമുണ്ടയിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ AB പ്രമോദിനെ ആയുധങ്ങളുമായി വീട് കയറി ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ്. ബൈക്ക് തീവയ്ക്കുകയും മാവോയിസ്റ്റ് ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.